വെട്ടിക്കാട്ടുമറ്റവും വലിയ കരുപ്പാലും തലക്കുളവും മുണ്ടപ്ലാമൂടും ഉൾക്കൊള്ളുന്ന മറുകുംമൂട്ടിൽ മൂലകുടുംബത്തിലെ ചീരഞ്ചിറ കുളങ്ങര വീട്ടിലെ സാറാമ്മയുടെയും നട്ടാശ്ശേരി കിഴക്ക് കുടുംബവീരുകളുള്ള എന്നാൽ പാമ്പാടി 8-ാം മൈലിൽ താമസമാക്കിയ പാറമ്പുഴ കുര്യൻ്റെയും മകളായി കൊല്ലവർഷം 1111 കർക്കിടകം 23 പൂജാതിയായ അമ്മാളിന് പക്ഷേ ഇട്ട മാമോദീസ പേര് ഉണിച്ചി എന്നായിരുന്നു. അമ്മാൾ, ഉണിച്ചി എന്നീ പേരുകളിൽ പോലും അല്പം ചരിത്രമുണ്ട്. അമ്മാളിൻ്റെ പിതൃസഹോദരപുത്രൻ മൂന്നാറിൽ സായിപ്പിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ആ പ്രദേശങ്ങളിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന തമിഴ് ചുവയുള്ള ആ പേര് അദ്ദേഹത്തിന് എന്തോ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അമ്മാൾ എന്ന് തനിക്ക് പേരിടാനുണ്ടായ സാഹചര്യം എന്നാണ് മമ്മി പറയുന്നത്. PA സിസ്റ്റമുള്ള ആശുപത്രികളിലും മറ്റും മമ്മിയെ കൊണ്ടുപോകുമ്പോൾ പേര് വിളിക്കാത്തത് എന്ത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ പറയും, പേര് എത്ര നേരമായി വിളിക്കുന്നു, നിങ്ങളെന്തേ വരാത്തത് എന്ന്. അവർ എന്താണ് PA സിസ്റ്റം വഴി അനൗൺസ് ചെയ്യുന്നതെന്നറിയാമോ? അമ്മൻ. ഏതായാലും ഉണിച്ചി എന്ന പേര് എങ്ങനെ വന്നു എന്നറിയാൻ ഞാൻ ഗൂഗിൾ ചെയ്തു നോക്കി. ബുദ്ധിരാക്ഷസനായ AI പോലും ഉണിച്ചി എന്താണെന്നറിയില്ലത്രേ. പക്ഷേ പഴയ കുടുംബയോഗ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണിച്ചി എന്ന പേര് അന്ന് സർവ്വസാധാരണമായിരുന്നു എന്ന് കാണാം. ഓർത്തഡോക്സിൽ കല്യാണം കഴിച്ചു എങ്കിലും മമ്മി എന്നും കട്ട യാക്കോബക്കാരിയാണ്. അടുത്തിടെയാണ് എനിക്കതിൻ്റെ സംഗതി പിടികിട്ടിയത്. മമ്മിയെ മാമോദീസ മുഖ്യത് കസിൻ ബ്രദർ മാത്തുക്കുട്ടിച്ചായൻ്റെ മകനായ കട്ട യാക്കോബക്കാരനായ കുർലോസ് തിരുമേനിയുടെ ഇടവക പള്ളിയായ നാലുനാക്കൽ സെൻ്റ് ആദായസ് യാക്കോബ പള്ളിയിലാണ്. അന്ന് അമ്മ വീട്ടുകാരായ കുളങ്ങരക്കാർ ചീറഞ്ചിറ പള്ളി വെച്ചിട്ടില്ല. തെങ്ങണാപ്പള്ളിയും നാലുനാക്കൽ കൊച്ചുപള്ളിയുമൊക്കെ പിന്നീട് കക്ഷി വഴക്കിന് ശേഷം വെച്ച പള്ളികളാണ്. തികഞ്ഞ ഓർത്തഡോക്സ്കാരിയായ എൻ്റെ ഭാര്യയെ അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ സമാചരിത്രത്തിൽ പേര് കുറിക്കപ്പെട്ട ഒരു തറവാട്ട് വീട് ഞാൻ കാണിക്കാറുണ്ട്, പാലാമ്പടം. പാറമ്പഴക്കാരനായ മമ്മിയുടെ വല്യപ്പച്ചൻ കല്യാണം കഴിച്ചത് പാലാമ്പടം വക്കീലിൻ്റെ സഹോദരിയാണ്. അങ്ങനെ 8-ാം മൈലിൽ താമസവുമായി. സായിപ്പ് മലയായിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടുവന്ന റബ്ബർ തൈകൾ പാലാമ്പടംകാർക്ക് വേണ്ടി അവർ വാങ്ങിയ കൂട്ടത്തിൽ പാറമ്പുഴ വീട്ടിലും ഏക്കർ കണക്കിന് ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചതുകൊണ്ടാണ് മമ്മിയുടെ കുട്ടിക്കാലം സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞത്. എന്നാൽ 2-ാം ലോകമഹായുദ്ധകാലത്തെ ക്ഷാമകാലത്ത് പന വെട്ടിനുറുക്കി കുറുക്കു വെച്ച് കഴിച്ചത് ഇപ്പോഴും ഇടയ്ക്കിടെ പറയുന്നുമുണ്ട്. പാലാമ്പടം തോമസ് മെമ്മോറിയൽ സ്കൂളിൽ 7-ാം തരം വരെ പഠിച്ച അമ്മാൾ പിന്നീട് പാമ്പാടി MGM സ്കൂളിൽ ചേരുകയും അവിടെ നിന്ന് 10 പാസ്സാക്കുകയും ചെയ്തു. സ്കൂൾ അവധി കിട്ടുമ്പോഴൊക്കെ പാമ്പാടിയിൽ നിന്ന് ചീരഞ്ചിറയിൽ അമ്മ വീട് വരെ 20 കിലോമീറ്ററോളം നടന്നു പോകുന്നത് വർണ്ണിക്കാറുണ്ട്. ഒരുപക്ഷെ ആ നടപ്പായിരിക്കാം ആ തലമുറയെ ആരോഗ്യത്തോടെ നിലനിർത്തിയത്. അമ്മച്ചിയുടെ ശവടക്കിന് ഫോട്ടോയിൽ പാലച്ചുവട്ടിൽ നിന്ന് വെട്ടിക്കുന്നേൽ പള്ളി വരെ നടന്നു പോകുന്ന ആ ബാലവൃദ്ധം ജനങ്ങളെ കാണാം. ഇന്ന് ആരെങ്കിലും അത്രയും ദൂരം ശവമടക്കിന് നടന്നു പോകുമോ? ജോലി കിട്ടിയപ്പോഴും ആ നടപ്പിന് കുറവ് വന്നില്ല. അധ്യാപികയായി ആദ്യം ജോലി കിട്ടിയത് കുറവിലങ്ങാടിനും കൂത്താട്ടുകുളത്തിനും ഇടയിലുള്ള 1914 സ്ഥാപിതമായ മരങ്ങോലി സ്കൂളിലാണ്. പല ബസ്സുകൾ കയറി ഇറങ്ങുകയും ഏറെ ദൂരം നടന്നുമാണ് സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. അന്ന് KK റോഡിൽ ആകെ ഉണ്ടായിരുന്ന സ്വരാജ് ബസ്സിന് ട്രിപ്പുകൾ കുറവായിരുന്നതിനാൽ TTC പഠിക്കാൻ കോട്ടയം വരെ നടക്കേണ്ടതുകൊണ്ട് പകരം തയ്യൽ നൈപുണ്യം കരസ്ഥമാക്കി ക്രാഫ്റ്റ് ടെസ്റ്റ് എഴുതി പാസ്സാവുകയായിരുന്നു. വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ അധ്യാപകരുടെ കുറവുകൊണ്ട് പക്ഷേ അധ്യാപനം കൂടുതലും ഹിസ്റ്ററിയും ജോഗ്രഫിയും മറ്റുമായിരുന്നു. മരങ്ങോലി സ്കൂളിന് ശേഷം കുറഞ്ഞ കാലം അരീപ്പറമ്പ് സ്കൂളിൽ അധ്യാപികയായി. എല്ലാ അവധിക്കാലത്തും അമ്മ വീടായ ചീരഞ്ചിറ കുളങ്ങരയിലേക്ക് മീരണം തോട്ടക്കാട് ഉണ്ണുനീലി വഴി വന്ന് ഇടത്തരക്കടവ് കടന്നുപോയതുകൊണ്ട് ദൂരമൊന്നും അക്കാലത്തൊരു വിഷയമായിരുന്നില്ല. ആ നടപ്പിനിടയിൽ വെട്ടിക്കുന്നേൽ പള്ളിയുടെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടുമുട്ടിയതായിരുന്നോ പപ്പയെ എന്നും മക്കൾക്ക് സംശയമുണ്ട്. വിവാഹിതരായ ശേഷം കാലായിലെ വീട്ടിൽ നിന്ന് നടന്ന് പന്നിത്തടം കയറി കണ്ണഞ്ചിറ വന്ന്
സ്വരാജ് ബസ് പിടിച്ചായിരുന്നു യാത്ര. പാലമില്ലാതിരുന്ന പാതിയപ്പള്ളി കടവിൽ നിന്ന് അക്കരെ കയറി പരുത്തുംപാറ സദനം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴും പറയും. ഒരിക്കൽ കടത്തുകാരനില്ലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ തന്നെ തോളിലേറ്റി അക്കരെ കടത്തിയത്രേ. ഔദ്യോഗിക ജീവിതത്തിൽ പിന്നീട് വിരമിക്കുന്നതുവരെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. സർക്കാർ ജോലിയുള്ളത് സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അധികം നേരിടേണ്ടി വന്നില്ല എങ്കിലും ആരോഗ്യപരമായ ഏറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. മൂത്ത മകനുമായിട്ടുള്ളപ്പോൾ പന്നിത്തടം ഇറങ്ങി വന്നപ്പോൾ വീണ നടുവേദന ഇപ്പോഴും അലട്ടുന്നുണ്ട്. ഞാൻ തമാശയ്ക്ക് പറയും, കണ്ടോ മൂത്ത മകനാണ് മമ്മിയെ വീഴിച്ചത് എന്ന. കാഴ്ച വരെ നഷ്ടപ്പെടുന്ന ഘട്ടം വരെ എത്തിയ ഒപ്റ്റിക് നെർവിലെ സൂക്ഷ്മതാരം, അർബുദത്തിൻ്റെ ആക്രമണം, 2 കാലിലെയും ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ അനവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നുപോയി. എങ്കിലും മമ്മി അതിനെയെല്ലാം അതിജീവിച്ചു. ഇന്ന് രാവിലെ വെട്ടിക്കുന്നേൽ പള്ളിയിലെ വികാരിയച്ഛൻ അനൗൺസ് ചെയ്തതുപോലെ തൻ്റെ 90-ാം വയസ്സിലും ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്തിട്ടും നടന്ന് ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ച അമ്മച്ചിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല ഒരു കയ്യടി കൊടുക്കാം.